പ്രിയപ്പെട്ട സുഹൃത്തെ, നമസ്കാരം. ഞാൻ ജയദീപ് പി വി. 2020 ഒക്ടോബർ 5-ാം തീയതിയിലെ കറണ്ട് അഫേഴ്സ് ജനറൽ നോളേജ് വാർത്തകൾ നമുക്ക് എന്നും വളരെ പ്രധാനപ്പെട്ടതാണ്. അതേപോലെ തന്നെ കറണ്ട് അഫേഴ്സ് എക്സാമുകളിലും വളരെ പ്രധാനപ്പെട്ടതാണ്. ഈ വീഡിയോ ഓരോ ദിവസവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള കറണ്ട് അഫേഴ്സ് ആണ് നൽകാൻ ശ്രമിക്കുന്നത്. അതുകൊണ്ട് ഈ വീഡിയോ പൂർണ്ണമായിട്ടും കാണാൻ അഭ്യർത്ഥിക്കുന്നു. അതേപോലെ ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. What is the name of the new app rolled out by Kerala State Road Transport Corporation for hassle-free booking of seats in the long distance buses? ദീർഘദൂര ബസ്സുകളിൽ സീറ്റുകൾ തടസ്സമില്ലാതെ ബുക്ക് ചെയ്യുന്നതിനായി കേരള സ്റ്റേറ്റ് റോഡ് ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ പുറത്തിറക്കിയ പുതിയ ആപ്പിന്റെ പേരെന്താണ്? എൻ്റെ KSRTC. എൻ്റെ KSRTC എന്ന പുതിയ ആപ്പാണ് ഇപ്പോൾ KSRTC പുറത്തിറക്കിയിട്ടുള്ളത്. അതേപോലെ 2020 ഒക്ടോബർ 6-ാം തീയതി KSRTC ജനതാ സർവീസ് എന്നൊരു പുതിയ സർവീസ് കൂടി ചീഫ് മിനിസ്റ്റർ പിണറായി വിജയൻ ലോഞ്ച് ചെയ്യുന്നുണ്ട്. ഇത് അൺലിമിറ്റഡ് ഓർഡിനറി സർവീസ്, എവിടെയും ഡിമാൻഡ് അനുസരിച്ച് വണ്ടി നിർത്തുന്നതിനുള്ള ഒരു സർവീസാണ് KSRTC ജനതാ സർവീസ്. What will be the number of voters in Ernakulam district based on the 2020 electoral roll which was released by the State Election Commission on 1st October 2020? 2020 ഒക്ടോബർ 1-ന് സംസ്ഥാന തിരഞ്ഞെടുപ്പ് കമ്മീഷൻ പുറത്തിറക്കിയ 2020-ലെ വോട്ടർ പട്ടിക അടിസ്ഥാനമാക്കി എറണാകുളം ജില്ലയിലെ വോട്ടർമാരുടെ എണ്ണം എത്രയായിരിക്കും? 25.34 lakh വോട്ടേഴ്സ്. 25.34 ലക്ഷം വോട്ടേഴ്സാണ് എറണാകുളം ജില്ലയിൽ 2020-ലെ ഇലക്ഷൻ കമ്മീഷന്റെ ഇലക്ടറൽ റോൾ പ്രകാരം. എറണാകുളം ടോട്ടൽ വോട്ടേഴ്സ് ലിസ്റ്റിൽ 4-ാം സ്ഥാനമാണ്. മലപ്പുറമാണ് ഏറ്റവും ടോപ്പ് ലിസ്റ്റിൽ 32 ലക്ഷത്തി പ്ലസ്. അതേപോലെ തിരുവനന്തപുരം 2-ാം സ്ഥാനം, തൃശ്ശൂർ 3-ാം സ്ഥാനം. As per the new instruction released on 3rd October 2020 from Election Commission, what would be the minimum age to opt postal ballot for senior citizens? 2020 ഒക്ടോബർ 3-ന് തിരഞ്ഞെടുപ്പ് കമ്മീഷനിൽ നിന്നും പുറത്തിറക്കിയ പുതിയ നിർദ്ദേശമനുസരിച്ച് മുതിർന്ന പൗരന്മാർക്ക് തപാൽ ബാലറ്റ് തിരഞ്ഞെടുക്കുന്നതിനുള്ള ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? 80 years. 80 വയസ്സിന് മുകളിൽ ഇനി ആർക്കും ബാലറ്റ് വോട്ട് തിരഞ്ഞെടുക്കാം. അതേപോലെ തന്നെ വൈകല്യമുള്ളവർക്കും പോസ്റ്റൽ ബാലറ്റ് ഇനി തിരഞ്ഞെടുക്കാം. In accordance with its Neighborhood First and Act East policies, Indian Army Chief General M.M. Narbane and Foreign Secretary Harshvardhan Shringla visiting to which country on 4th October 2020? നെയ്ബർഹുഡ് ഫസ്റ്റ് ആക്ട് ഈസ്റ്റ് നയങ്ങൾക്ക് അനുസൃതമായി കരസേനാ മേധാവി M.M. നർവാനെ വിദേശകാര്യ സെക്രട്ടറി ഹർഷവർദ്ധൻ ശൃംഖലയും 2020 ഒക്ടോബർ 4-ന് ഏത് രാജ്യത്ത് സന്ദർശനം നടത്തുന്നു? മ്യാൻമാർ. മ്യാൻമാറിലാണ് ഒക്ടോബർ 4 മുതൽ 5 വരെയുള്ള മീറ്റിംഗിൽ കരസേനാ മേധാവിയും ഫോറിൻ സെക്രട്ടറിയും പങ്കെടുക്കുന്നത്. ബേട്ടി ബച്ചാവോ യാത്ര campaign in Punjab to protest against the recently enacted farm law was started on 4th October 2020 under the leadership of whom? അടുത്തിടെ നടപ്പാക്കിയ കാർഷിക നിയമങ്ങളിൽ പ്രതിഷേധിച്ച് പഞ്ചാബിൽ ബേട്ടി ബച്ചാവോ യാത്ര 2020 ഒക്ടോബർ 4-ന് ആരുടെ നേതൃത്വത്തിൽ ആരംഭിച്ചു? രാഹുൽ ഗാന്ധി. രാഹുൽ ഗാന്ധിയുടെ ലീഡർഷിപ്പിലാണ് ബേട്ടി ബച്ചാവോ യാത്ര ക്യാമ്പയിൻ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്.
Seventh round of senior military commanders of India and China will be held on which date? ഇന്ത്യയിലെയും ചൈനയും മുതിർന്ന സൈനിക മേധാവികളുടെ 7ാം റൗണ്ട് കമാൻഡേഴ്സ് മീറ്റിംഗ് എന്നാണ് നടക്കാൻ പോകുന്നത്? 12th ഒക്ടോബർ 2020. 2020 ഒക്ടോബർ 12-ാം തീയതിയാണ് 7ാമത്തെ റൗണ്ട് ഇന്ത്യയും ചൈനയും തമ്മിൽ നടക്കാൻ പോകുന്നത്. ലഫ്റ്റനന്റ് ജനറൽ ഹരീന്ദർ സിംഗ് ആണ് 6 റൗണ്ട് ഡിസ്കഷൻ അദ്ദേഹം ലീഡ് ചെയ്തത്. ഈ പ്രാവശ്യം അദ്ദേഹം തന്നെ ആയിരിക്കും. Name of the person whose name is on the favorites among nominees for this year's Nobel Peace Prize, where she served as the first woman deputy speaker in Afghanistan. അഫ്ഗാനിസ്ഥാനിലെ ആദ്യത്തെ വനിതാ ഡെപ്യൂട്ടി സ്പീക്കറായി സേവനമനുഷ്ഠിച്ച ഈ വർഷത്തെ സമാധാനത്തിനുള്ള നോബൽ സമ്മാനത്തിനുള്ള നോമിനികളിൽ നിൽക്കുന്ന വ്യക്തിയുടെ പേര്? ഫൗസിയ കൂഫി. 2020 ഒക്ടോബർ 9-ാം തീയതിയാണ് നോബൽ പീസ് പ്രൈസ് അനൗൺസ് ചെയ്യാൻ സാധ്യത. Who is the first president of the opposition newly formed anti-government alliance Pakistan Democratic Movement? പ്രതിപക്ഷത്തിന്റെ പുതുതായി രൂപീകരിച്ച സർക്കാർ വിരുദ്ധ സഖ്യമായ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് പ്രസ്ഥാനത്തിന്റെ ആദ്യ പ്രസിഡന്റ് ആരാണ്? മൗലാന ഫസ്ലുർ റഹ്മാൻ. മൗലാന ഫസ്ലുർ റഹ്മാൻ ഇദ്ദേഹത്തെ പാകിസ്ഥാൻ ഡെമോക്രാറ്റിക് മൂവ്മെന്റ് ആദ്യ പ്രസിഡന്റായിട്ട് 2020 ഒക്ടോബർ 3-ാം തീയതി ഏകകണ്ഠമായി തിരഞ്ഞെടുത്തു. വോട്ടേഴ്സ് ഇൻ ദ പസഫിക് റീജിയൻ ഓഫ് ന്യൂ കാലിഡോണിയ on 4th October 2020 rejected an attempt to gain independence from which country? 2020 ഒക്ടോബർ 4-ന് ന്യൂ കാലിഡോണിയ പസഫിക് മേഖലയിലെ വോട്ടർമാർ ഏത് രാജ്യത്ത് നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ശ്രമം നിരസിച്ചു? ഫ്രാൻസിൽ നിന്ന് സ്വാതന്ത്ര്യം നേടാനുള്ള ആ ഒരു പ്രൊപ്പോസൽ അത് ന്യൂ കാലിഡോണിയയിലെ വോട്ടേഴ്സ് നിരസിച്ചു. Who is the winner of the London Marathon ended on Sunday, 4th October 2020? ഞായറാഴ്ച 2020 ഒക്ടോബർ 4-ന് അവസാനിച്ച ലണ്ടൻ മാരത്തോൺ വിജയി ആരാണ്? ഷുര കിറ്റാറ്റ. 2013 മുതൽ മാരത്തോണിൽ വിജയിച്ചു വന്നിരുന്ന എലിയൂഡ് കിപ്ചോഗെ അദ്ദേഹത്തെ തോൽപ്പിച്ചുകൊണ്ടാണ് ഷുര കിറ്റാറ്റ ലണ്ടൻ മാരത്തോണിൽ വിജയിച്ചത്. നമ്മളിന്ന് ഇത്രയും ലേറ്റസ്റ്റ് ആയിട്ടുള്ള നാഷണൽ ഇന്റർനാഷണൽ സ്പോർട്സ് കേരള കറണ്ട് അഫേഴ്സ് ആണ് ഇവിടെ അപ്ഡേറ്റ് ചെയ്തത്. ഓരോ ദിവസം നമ്മൾ ഇതേപോലെ അപ്ഡേറ്റ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മളുടെ കറണ്ട് അഫേഴ്സ് വളരെയധികം നല്ല ലെവലിലേക്ക് മാറും. നാളെ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു വെരി മച്ച്.